പിതാവായ ദൈവമേ, ഞാൻ ജനിച്ചപ്പോൾ നീ എന്നിലേക്ക് ജീവൻ പകർന്നു. എൻ്റെ ശരീരത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. പരസ്പരം ചേർച്ചയുള്ള അവയവങ്ങൾ എൻ്റെ ശരീരത്തോട് ഘടിപ്പിച്ചു. അവയുടെ സർവതോമുഖമായ ഭദ്രതയ്ക്കും പരിരക്ഷയ്ക്കും വേണ്ട പ്രത്യേക ശക്തി അവയോരോന്നിലും നീ നിക്ഷേപിക്കുകയും ചെയ്തു. ഇവയെ പ്രതി നിന്റെ തിരുനാമം പാടി സ്തുതിക്കുവാൻ പരമോന്നതനായ നീ എന്നോട് ആജ്ഞാപിക്കുന്നു. ഇത്രയും മാത്രമേ നീ ചെയ്തുള്ളൂവെങ്കിൽ പോലും നീ സർവശക്തനാണ്, സർവനന്മയായ ദൈവമാണ്. ആരുടെ ഏകത്വം വൈവിധ്യങ്ങളെ വാർത്തെടുക്കുന്ന മൂശയായി പരിണമിക്കുന്നുവോ, ആരുടെ സൗന്ദര്യത്തിൽ നിന്ന് എല്ലാ വസ്തുക്കളും സുന്ദരങ്ങളായി ഭവിക്കുന്നുവോ, ആരുടെ നിയമം സകലതും ക്രമീകരിക്കുന്നുവോ, ആ നിനക്കല്ലാതെ ഇത്രയും പോലും ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും എനിക്ക് ഓർമ്മിക്കുവാൻ കഴിയാത്തതും അന്യരുടെ വാക്കുകളെയും കുട്ടികളുടെ മാതൃകകളെയും ആധാരമാക്കി ഊഹിക്കുവാൻ മാത്രം സാധിക്കുന്നതുമായ ശൈശവത്തെ എൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്തെന്നാൽ അമ്മയുടെ ഉദരത്തിൽ കഴിച്ചുകൂട്ടിയ കാലം പോലെ എൻ്റെ ശൈശവവും വിസ്മൃതിയുടെ ഇരുളിൽ ആണ്ടുകിടക്കുകയാണ്. ഞാൻ രൂപം പ്രാപിച്ചതും മാതൃഗർഭത്തിൽ ഉത്ഭവിച്ചത് തന്നെയും പാപത്തോടുകൂടെയാണെങ്കിൽ, ഹാ ദൈവമേ, നിന്റെ ഈ ദാസൻ എന്നെങ്കിലും എവിടെയെങ്കിലും പാപരഹിതനായിരുന്നിട്ടുണ്ടോ? ഏതായാലും ആ കാലഘട്ടം ഞാൻ വിട്ടുകളയുന്നു. അതിനെപ്പറ്റി നേരിയ ഓർമ്മ പോലും എനിക്കില്ലാത്ത സ്ഥിതിക്ക് എന്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു?